സ്വാമിജി നമസ്കാരം. നമസ്തേ. നമസ്തേ. സ്വാമിജി, എന്താണ് ഈ ആത്മനും ബ്രഹ്മനും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല, ഏകമാണ്. ആത്മബ്രഹ്മൈക്യമാണ് വേദാന്തത്തിൻ്റെ പരമമായ വിഷയം. ആത്മാവും ബ്രഹ്മവും രണ്ടല്ല, ഏകമാണ് എന്ന ബോധസാക്ഷാത്കാരം. എന്നാൽ നമ്മൾ ആത്മശബ്ദം പ്രയോഗിക്കുമ്പോൾ ആത്മബ്രഹ്മൈക്യം എന്നുള്ള തലത്തിൽ അവിടെ ആത്മാ ബ്രഹ്മ ഈ രണ്ട് ശബ്ദങ്ങളും ഇല്ലാതാകുന്നുണ്ട്. യമുനയും ഗംഗയും ചേർന്ന് ഒന്നായി ദൃഷ്ടാന്തം ശരിയല്ല. കാരണം യമുന വേറെയാണ്, ഗംഗ വേറെയാണ്. ദൃഷ്ടാന്തം ശരിയല്ല, അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. ശരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. യമുനയും ഗംഗയും ചേർന്ന് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒഴുകുന്നതിന് ഗംഗ എന്നുള്ള പേര് ഉപചാരമാണ്. പിന്നെയും നമ്മൾ ഗംഗ എന്നാണ് പറയുക. ഗംഗയിലേക്ക് യമുന വന്ന് ചേർന്നു എന്നാണ് പറയുക. എന്നാൽ യമുനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്ക് യമുനയിലേക്ക് ഗംഗ വന്ന് ചേർന്നു എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പോൾ പിന്നീടുള്ള ഗംഗ എന്നുള്ള പേര് ഉപചാരമാണ്. അതുപോലെ ആത്മാ ബ്രഹ്മ, അതുപോലെ എന്ന് പറയുമ്പോൾ ദൃഷ്ടാന്തം തെറ്റാണ്. കാരണം ദൃഷ്ടാന്തം ഗംഗയും യമുനയും രണ്ടാണ്, ഇവിടെ ആത്മാവും ബ്രഹ്മവും രണ്ടല്ല. എങ്കിലും എപ്പോഴാണോ നമുക്ക് വ്യക്തിഗതമായിട്ട് താദാത്മ്യഭാവമുള്ളത്, അന്വേഷകൻ എന്ന ഭാവമുള്ളത്, സത്യജിജ്ഞാസു എന്ന ഭാവമുള്ളത്, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർന്ന് ഞാനെന്ന ഭാവമുള്ളത്, അപ്പോഴൊക്കെ നമ്മൾ ആത്മചൈതന്യം എന്നാണ് വ്യവഹരിക്കുക. കാരണം ആത്മശബ്ദമാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. ആത്മാ എന്നുള്ളതിന് അസ്തിത്വം, ഉണ്മ എന്ന അർത്ഥമുണ്ടെങ്കിലും ഞാൻ എന്നുള്ള അർത്ഥമാണ് മുഖ്യം. അവിടെ ഞാനുണ്ട്. ഞാൻ, ആത്മാ, ഞാൻ. എന്നാൽ കാണപ്പെടുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ, അതായത് ജഗത്ത് ഈശ്വരൻ, ഇതിനൊക്കെ അടിസ്ഥാന കാരണമായിരിക്കുന്ന ഒരു ഉണ്മ, ഒരു സത്യം എവിടെ നിന്നാണോ ഈ ജഗത്തും ഈശ്വരനും എല്ലാം ആവിർഭവിക്കുന്നത്, എന്തിനാലാണോ നിലനിർത്തപ്പെടുന്നത്, എന്താണോ അതിന് അടിസ്ഥാനഭൂതമായിരിക്കുന്നത്, ആ പരമസത്യത്തെ ബ്രഹ്മമെന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷകനായ ഞാൻ ആത്മാ, അന്വേഷ്യമായിരിക്കുന്ന പരമസത്യം ബ്രഹ്മം. ഇതാണ് ഒരു സാധകൻ്റെ തലത്തിൽ ആത്മ ബ്രഹ്മ ശബ്ദങ്ങളുടെ അർത്ഥം. എന്താണ് തൻ്റെ സ്വരൂപം? തൻ്റെ സ്വരൂപം സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. എങ്ങനെ അറിയാം? യുക്തിപൂർവം താൻ ആരെന്ന് വിലയിരുത്തിയാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും. ഒരു ശാസ്ത്രവും വേണ്ട. ഞാനുണ്ട്, ഞാൻ അറിയുന്നു, ഞാൻ ആനന്ദമാണ്. ഞാൻ ആനന്ദമാണെന്ന് എങ്ങനെ അറിയാം? ഞാൻ ഏറ്റവും പ്രേമിക്കുന്നത് എന്നെ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് ആനന്ദസ്ഫുരണം എനിക്ക് ലഭിക്കുന്നത്, സുഷുപ്തിയിൽ. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അല്ല. ജാഗ്രതത്തിൽ വിവിധ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവുന്നുണ്ട്, ദുഃഖം ഉണ്ടാവുന്നുണ്ട്, ഇല്ല പറയണില്ല. പക്ഷെ അതൊക്കെ ആപേക്ഷികങ്ങളും അല്പങ്ങളുമായവയാണ്. അനൽപമായിരിക്കുന്ന ആനന്ദസ്ഫുരണം, ആനന്ദം എന്ന് പറയാൻ പാടില്ല, ആനന്ദസ്ഫുരണം തനിക്ക് സുഷുപ്തിയിലാണ്. എപ്പോൾ? താൻ ഒറ്റയ്ക്കായപ്പോൾ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളിലായാലും, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലായാലും മാറാതെ നിൽക്കുന്നവനാണ് ഞാൻ. അവ വിലക്ഷണങ്ങളാണ്. ജാഗ്രതത്തിലുള്ള ഒരു ഭാവം സ്വപ്നത്തിലില്ല, സ്വപ്നത്തിലുള്ള ഭാവം സുഷുപ്തിയിലുള്ള, അല്ലെങ്കിൽ ശൈശവത്തിലുള്ള ഒരു ഭാവവും വാർദ്ധക്യത്തിലില്ല, ബാല്യത്തിലുള്ള ഭാവം കൗമാരത്തിലില്ല, യൗവനത്തിലില്ല. എല്ലാം മാറുന്ന അവസ്ഥകളാണ്. ഈ മാറുന്ന അവസ്ഥകളിൽ മാറാതെ നിലകൊള്ളുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സത്താണ്. ഈ അവസ്ഥകളെ അറിയുന്നവനാണ് ഞാൻ. ഞാൻ ചിത്താണ്. ഇങ്ങനെ ഞാൻ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് യുക്തി കൊണ്ട് വിലയിരുത്താൻ പറ്റും. എന്നാൽ സർവ്വജഗത്തിനും ആധാരമായ ആത്യന്തികമായ സത്യത്തെക്കുറിച്ച് എനിക്ക് യുക്തിപൂർവ്വം മനസ്സിലാക്കാൻ കഴിയില്ല. യുക്തിപൂർവ്വം ഇത്രയേ മനസ്സിലാക്കാൻ കഴിയൂ, എന്തോന്നുണ്ട്. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്, നിയമമുണ്ടെങ്കിൽ നിയാമകനുണ്ട്. എന്താണ് ആ നിയാമക ശക്തി? എന്താണ് ആ സർവ്വകാരണം? അതിനെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കില്ല. അവിടെ ഏക പ്രമാണം ശാസ്ത്രമാണ്, വേദാന്തമാണ്. അപ്പോൾ വേദാന്ത ശാസ്ത്രം ആ പരമസത്യത്തെ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞു. ഞാൻ
യുക്തിപൂർവം സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് മനസ്സിലാക്കി. ഇവിടെയാണ് അനുഭൂതി സമ്പന്നനായ ഗുരുനാഥൻ ഉപനിഷത്തുക്കളിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. അതുകൊണ്ട് ആ പരമസത്യസ്വരൂപമാണ് നീ. എപ്രകാരമാണോ 1000 കണ്ണാടികൾ സൂര്യാഭിമുഖമായി ഇരിക്കുമ്പോൾ 1000 സൂര്യപ്രതിബിംബം ഉണ്ടാകുന്നത്, നീല, പച്ച, മഞ്ഞ, ചുമപ്പ്, വർത്തുളാകാരം തുടങ്ങിയ കണ്ണാടികളിൽ നീല, പച്ച, ചുവപ്പ് തുടങ്ങിയ ഭേദങ്ങളിലും വലുത് ചെറുത് എന്ന ഭാവങ്ങളിലും ഒരേ സൂര്യൻ പ്രകടിതനാകുന്നത്, അതുപോലെ ഉപാധിഭേദമനുസരിച്ച് വ്യത്യസ്ത 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 ഭാവങ്ങളിൽ ആത്മാ പ്രകടമാകുന്നു. എന്നാൽ ഈ ഉപാധിയെ മാറ്റിക്കഴിഞ്ഞാലോ സത്യം ഏകമാണ്, ഒരു സൂര്യനാണ്. അപ്പോൾ ഈ ഒരു ബോധത്തിൽ ഏകമായ അദ്വയമായ ബ്രഹ്മം തന്നെയാണ് പല പല ആത്മഭാവങ്ങളിൽ സ്ഫുരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലാണ് ആത്മബ്രഹ്മ ഐക്യബോധം. അതുകൊണ്ട് രണ്ടും ഒന്ന് തന്നെ. എന്നാൽ അന്വേഷകൻ്റെ തലത്തിലോ രണ്ടും രണ്ട് തന്നെ. ഞാൻ പരമശക്തി സ്വരൂപനാണെങ്കിൽ, ഞാൻ ആത്മനും ബ്രഹ്മനും ഒന്ന് ആണെങ്കിൽ, ഈ പുരാണത്തിലൊക്കെ പറയുന്ന പ്രാരാബ്ധം എന്ന് പറയുന്നത് എന്താണ്? അതൊരു മായയാണോ? ആ മായയ്ക്ക് എൻ്റെ ബ്രഹ്മത്തിനേക്കാൾ വലിയ സ്ഥാനമെന്ന് വെച്ചാൽ വലിയ ശക്തി ഉണ്ടോ ഇതിനെ മുഴുവൻ മറയ്ക്കാൻ? ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവഭാവം ഉപാധിഗതമായ ഭാവമാണ്. മഞ്ഞ കണ്ണാടിയിൽ സൂര്യൻ മഞ്ഞയായി പ്രതിഫലിക്കുന്നു. സൂര്യൻ മഞ്ഞയായി പ്രതിഫലിച്ചത് കൊണ്ട് അയ്യേ സൂര്യൻ മഞ്ഞയായി എന്ന് പറയാൻ പറ്റില്ല. സൂര്യൻ മഞ്ഞയല്ല, പ്രതിഫലിത സൂര്യൻ മഞ്ഞയാണ്. അപ്പോൾ ഉപാധിയുടേതായ സവിശേഷതകൾ ഉപാധിരഹിതനായ സൂര്യന് ഉള്ളതായി നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ സ്വാഭാവികമായ തലത്തിൽ. ആ സ്വാഭാവികമായ തലത്തിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാലോ ഇതൊന്നും അവിടെ ഇല്ലയെന്ന് തിരിച്ചറിയും. ഇതേപോലെ പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ജീവനെ സംബന്ധിക്കുന്നതാണ്, സ്വാഭാവിക ഭാവത്തെ സംബന്ധിക്കുന്നതാണ്. കേവലമായ ബ്രഹ്മത്തിൽ ഒരു പ്രാരബ്ധവും ഇല്ല, സഞ്ചിതവും ഇല്ല, ആഗാമിയും ഇല്ല. അവിടെ ജന്മവും ഇല്ല, മരണവും ഇല്ല. എന്നാൽ സ്വാഭാവികമായ ഭാവത്തിൽ ഇതൊക്കെ ഉണ്ട്. കണ്ണാടി ഉണ്ടായപ്പോൾ പ്രതിബിംബം ഉണ്ടായി, കണ്ണാടി പൊട്ടിയപ്പോൾ ഇല്ലാണ്ടായി. അപ്പോൾ സൂര്യൻ ഇല്ലാണ്ടായോ? ഇല്ല. അപ്പോൾ ഈ ഉപാധിഗതമായ തലത്തിലാണ് ഈ പ്രാരബ്ധവും എല്ലാം ഉള്ളത്. അല്ലാതെ പ്രാരബ്ധം ഒരിക്കലും പരമാത്മാവിനെ ബാധിക്കുന്നില്ല. മഞ്ഞ വർണ്ണമാകട്ടെ ചുമന്ന വർണ്ണമാകട്ടെ സൂര്യനെ ബാധിക്കുന്നില്ല. എന്നാൽ പ്രതിഫലിത സൂര്യൻ അപ്രകാരം വർണ്ണഭേദങ്ങളോട് കൂടിയതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്.